സാപുത്താര കാട്ടിലെ രാജാവ് ഷേർ സിംഗ് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനില്ലെങ്കിൽ ഈ കാട്ടിലെ കാര്യമൊക്കെ ആരാണ് നോക്കി നടത്തുക? എന്റെ കാട്ടിലെ പ്രജകളൊക്കെ ബലഹീനരായി പോകുമല്ലോ. അപ്പോൾ സിംഹത്തിന്റെ അടുത്തേക്ക് ഒരു എലിക്കുഞ്ഞൻ വന്നു. സിംഹരാജാവേ, എന്താ ഒരു ആലോചന? ഒന്നുമില്ല, നമ്മുടെ കാട് എത്ര ശാന്തമായ കാടാണ്, അതിനെ കുറിച്ച് വെറുതെ ആലോചിച്ചോണ്ടിരുന്നതാ. രാജാവേ, ഈ ശാന്തിയും സമാധാനമൊക്കെ അങ്ങേ കൊണ്ടാണ്. അങ്ങ് പോലെ ഒരു രാജാവ് ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മുടെ കാടിന്റെ ഗതി അതോ ഗതി ആയേനെ. സന്തോഷമായി. ഞങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാ. അങ്ങേ പോലെ ഒരു രാജാവ് ഉള്ളതുകൊണ്ടല്ലേ ഈ കാട്ടിൽ ഒരു പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാടിനെ സംരക്ഷിക്കുക എന്റെ കടമയല്ലേ? ശരി, നീ പോയി എല്ലാ മൃഗങ്ങളെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവാ. സിംഹരാജാവ് ദയാലുവും കാരുണ്യവാനുമായിരുന്നു. കാട്ടിലെ പ്രജാതൽപരനും അവരുടെ സംരക്ഷകനുമായിരുന്നു സിംഹരാജാവ്. കുറച്ചു സമയത്തിനുള്ളിൽ എലിക്കുഞ്ഞൻ കാട്ടിലെ എല്ലാ മൃഗങ്ങളോടും വിവരം പറഞ്ഞ് അവരെ സിംഹത്തിന്റെ മുമ്പിൽ എത്തിച്ചു. മഹാരാജാവേ, അങ്ങ് ഞങ്ങളെ വരാൻ പറഞ്ഞിരുന്നോ? അതെ, അടുത്തു വരുന്നത് കടുത്ത വേനലാണ്. അതിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളെ ഒക്കെ വിളിച്ചു വരുത്തിയത്. അതുകൊണ്ട് എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കണം. പറയൂ മഹാരാജാവേ, ഞങ്ങളൊക്കെ കേൾക്കാൻ തയ്യാറാണ്. ശരി, ആദ്യം ധാന്യവും ഭക്ഷണ സാധനങ്ങളും ഒക്കെ ശേഖരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടാക്കണം. മാത്രമല്ല, ജലസംഭരണത്തിന് ഒരു കിണറും കുഴിക്കണം. വേനൽക്കാലത്ത് കുടിവെള്ളത്തിനും ഭക്ഷണത്തിനും നമ്മൾ ബുദ്ധിമുട്ടാൻ പാടില്ല. രാജാവേ, അങ്ങ് എത്ര നല്ല മനസ്സുള്ളവനാണ്. വരാൻ പോകുന്ന ആപത്തിൽ പ്രജകൾ കഷ്ടപ്പെടാൻ പാടില്ലെന്ന് തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ശരിയാണ്, അങ്ങയുടെ ദീർഘവീക്ഷണം കൊണ്ട് ഞങ്ങൾ ഇതുവരെയും ബുദ്ധിമുട്ടിയിട്ടേ ഇല്ല. ശരിയാണ്, അവരുടെ രാജാവ് ദീർഘവീക്ഷണമുള്ള ഒരു സിംഹമായിരുന്നു. വരാൻ പോകുന്ന പ്രശ്നങ്ങൾക്ക് മുമ്പേ തന്നെ പരിഹാരം കാണുമായിരുന്നു. ഒരു മഹാരാജാവായിരുന്നിട്ടും ആ സിംഹം ഒരാളെയും ഉപദ്രവിക്കുകയോ ആരോടും ദേഷ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. ഇക്കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ആ കാട്ടുമൃഗങ്ങളൊക്കെ സിംഹരാജാവിനെ അധികമായി സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തു പോന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആജ്ഞയെ അവർ അനുസരിച്ചു. ശരി ശരി, എന്നാ പിന്നെ എല്ലാരും മരം നടാൻ തയ്യാറല്ലേ? രാജകൽപ്പന അനുസരിച്ച് കാട്ടുമൃഗങ്ങളൊക്കെ മരങ്ങൾ നടാനും കൃഷി ചെയ്യാനും ആരംഭിച്ചു. കൂട്ടത്തിൽ ഒരു വലിയ കിണർ കുഴിക്കാനും അവർ തുടങ്ങി. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം രാത്രിയിൽ അതിഭയങ്കരമായ കൊടുങ്കാറ്റുണ്ടായി. മൃഗങ്ങളൊക്കെ എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ചു നിന്നു. ഒരു കൊടുങ്കാറ്റ് വരുന്ന എനിക്ക് തോന്നുന്നത്. എനിക്ക് വളരെ പേടിയാകും. അപ്പോൾ വനാതിർത്തിയിൽ നിന്നിരുന്ന ഒരു മലയുടെ മുകളിൽ രണ്ട് രാക്ഷസന്മാർ പ്രത്യക്ഷപ്പെട്ടു. ഈ കാട്ടിലെ ധാരാളം മൃഗങ്ങളുണ്ട്. വാ, ആ കാട്ടിലെ ഓരോ മൃഗത്തെയും നമ്മൾ പിടിച്ചു തിന്ന് നമുക്ക് സന്തോഷമായി ജീവിക്കാം. വാ. നീ പറയുന്നത് ശരിയാ. എത്ര വലിയ കാടായത്, എത്ര മൃഗങ്ങളുണ്ട് അവിടെ. നമ്മുടെ ഭക്ഷണം കുശാലല്ലടാ. ഇങ്ങനെ പറഞ്ഞ ശേഷം ആ ഭീകര രൂപികളായ രാക്ഷസന്മാർ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് കയറിപ്പോയി. പിറ്റേ ദിവസം രാത്രിയിൽ മൃഗങ്ങളൊക്കെ സുഖനിദ്രയിലായിരുന്നു. അപ്പോഴാണ് ഭീകരരൂപികളായ ആ രാക്ഷസന്മാർ ആ കാട്ടിലേക്ക് പ്രവേശിച്ചത്. എടാ വകാസുര, നമുക്കിവരെ കൊന്ന് തിന്നാം. ആർത്തിപൂണ്ട രണ്ട് രാക്ഷസന്മാരും മൃഗങ്ങളെ തേടി നടക്കാൻ തുടങ്ങി. അപ്പോൾ ഒരിടത്ത് സുരേലി മാനും തന്റെ കുഞ്ഞുങ്ങളോടൊപ്പം വീടിന് മുമ്പിലുള്ള പുൽമൈതാനത്തിൽ പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, തീറ്റ മതിയാക്കി പെട്ടെന്ന് വരൂ, ഒരുപാട് സമയായി. അപ്പോഴും ആ മാൻ കുഞ്ഞുങ്ങൾ മേഞ്ഞുകൊണ്ടിരുന്നു. ചുറ്റും അന്ധകാരം നിറഞ്ഞ അർദ്ധരാത്രിയായി. അവരെ കണ്ട രണ്ട് രാക്ഷസന്മാരും അവരുടെ അടുത്തെത്തി. കൊള്ളാം മോനെ, നിന്റെ ധൈര്യം സമ്മതിക്കണം. രാക്ഷസന്മാരെ കണ്ട് മാനുകൾ ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. എന്റെ ഈശ്വര, ഈ ഭീകരരൂപികൾ! മക്കളെ, അവിടുന്ന് ഓടിക്കോളൂ. ഉടനെ തന്നെ സുരേലി മാനും കുഞ്ഞുങ്ങളും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. പക്ഷേ ഘോരരൂപികളായ രാക്ഷസന്മാർ അവരെ പിന്തുടർന്ന് അവരെ പിടിച്ചു.
രക്ഷിക്കണേ, ആരെങ്കിലും വരണേ. ഞങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാനോ? മാനുകളുടെ ദയനീയ നിലവിളി ആരും കേട്ടില്ല. എല്ലാവരും ആഴ്ന്ന ഉറക്കത്തിലായിരുന്നു. രാക്ഷസന്മാർ ആ മാനുകളെ കൊന്നു തിന്നു. വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ആ പക്ഷേ ആരെങ്കിലും നമ്മളെ കാണുന്നതിന്റെ മുമ്പിൽ വേഗം നമുക്ക് ഗുഹയിലെത്തണം. ഗുഹയില് പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ തന്നെ രാക്ഷസന്മാർ അവിടെ നിന്നും സ്ഥലം വിട്ടു. പിറ്റേ ദിവസം ഒരു എരുമയും ചമേലിമാനും സുരേലിയെ കാണാൻ എത്തി. അല്ല, സുരേലിയും കുട്ടികളും എവിടെ പോയി? അവര് വെളിയിൽ പോയിരിക്കുന്നതാണ് തോന്നുന്നത്. ശരി, നമുക്ക് രണ്ടുപേർക്കും മേയാൻ പോവാം. നീ വാ. എരുമയും ചമേലിയും സുരേലിയും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ദിവസവും അവർ മൂന്നുപേരും ഒന്നിച്ചാണ് പുല്ലുമേയാൻ പോകാറുണ്ടായിരുന്നത്. ഇന്ന് സുരേലിയെ കാണാത്തത് കൊണ്ട് അവർ രണ്ടുപേരും മാത്രമാണ് പുല്ലുമേയാൻ പോയത്. അങ്ങനെ രാത്രിയായി. അന്നും ആ രണ്ട് ഘോര രാക്ഷസന്മാർ തങ്ങളുടെ ഭക്ഷണം തേടി ആ കാട്ടിലെത്തി. ഒരു എരുമയെ കൊന്നു തിന്ന് അവർ രണ്ടുപേരും തങ്ങളുടെ ഗുഹയിലേക്ക് മടങ്ങി. ഇത് പതിവായി. എല്ലാ ദിവസം രാത്രിയും രാക്ഷസന്മാർ കാട്ടിലെത്തി ഏതെങ്കിലും ഒരു മൃഗത്തെ കൊന്ന് തിരിച്ചു പോകും. രാക്ഷസന്മാരുടെ ഈ ക്രൂരകൃത്യം ദിവസങ്ങളോളം നീണ്ടു. തൽഫലമായി കാട്ടിലെ മൃഗങ്ങളുടെ അംഗസംഖ്യ കുറയാൻ തുടങ്ങി. പുലരുമ്പോഴേക്കും പല മൃഗങ്ങളെയും കാണാതാവുന്ന ആ സംഭവം കാട്ടിൽ അസ്വസ്ഥത ഉണ്ടാക്കി. എന്റെ ദൈവമേ, കാട്ടിൽ നിന്ന് എത്ര മൃഗങ്ങളാ കാണാതാകുന്നത്! ഈ കാട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് രാക്ഷസന്മാരെ പറ്റി അറിയില്ലായിരുന്നു. ആ രാത്രിയിൽ ട്യൂണി പക്ഷി കൂടിന് പുറത്തു വന്നിങ്ങനെ പറഞ്ഞു: അയ്യോ, എനിക്ക് ഉറക്കമേ വരുന്നില്ല, കുറച്ച് പറന്ന് ചുറ്റി വരട്ടെ. പറന്നവൾ വിശ്രമിക്കാൻ ഒരു മരത്തിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ രണ്ട് രാക്ഷസന്മാർ കാട്ടിലേക്ക് വരുന്നത് കണ്ടത്. ഇന്ന് നമുക്ക് വലിയൊരു മൃഗത്തെ പിടിച്ചു തിന്നാം, എന്നാലേ രസം ഉണ്ടാവുള്ളൂ. രാക്ഷസന്മാരെയും അവരുടെ സംഭാഷണത്തെയും ആ പക്ഷി ശ്രദ്ധാപൂർവം വീക്ഷിക്കാൻ തുടങ്ങി. എന്റെ അമ്മേ, ഇതെന്താ? ഇവരൊക്കെ ആരാ? ആ കുരുവി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ കൺമുമ്പിൽ വെച്ച് ആ രാക്ഷസന്മാർ ഒരു സീബ്രയെ കൊന്നു തിന്നു. എന്റെ ഭഗവാനെ, ഇത് വലിയ ആപത്താണല്ലോ. അപ്പോ അതിന്റെ കാരണം ഈ കാട്ടിലെ മൃഗങ്ങൾ കുറയുന്നത് ഈ രാക്ഷസന്മാരെ കൊണ്ടാണല്ലേ? പിറ്റേ ദിവസം തന്നെ സിംഹരാജാവിന്റെ ഗുഹയുടെ മുമ്പിൽ മൃഗങ്ങളൊക്കെ ഒത്തുകൂടി. നമ്മുടെ കാട്ടിന്റെ അംഗസംഖ്യ കുറയുന്നതിന്റെ കാരണം എനിക്ക് ഇതുവരെയ്ക്ക് പിടികിട്ടിട്ടില്ല. സിംഹരാജാവേ, ഈ സംഭവം കുറെ നാളായി തുടരുന്നു. ദിവസവും ഏതെങ്കിലുമൊക്കെ മൃഗങ്ങൾ കാണാതാവുകയാണ്. എന്റെ സുഹൃത്ത് സുരേലിയെ കുറിച്ച് ഒന്നും അറിയുന്നില്ല. അവൾ എവിടെ പോയെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇതൊരു ഗൗരവമായ കാര്യമാണ്. കാട്ടിലെ പ്രജകൾ മാഞ്ഞു പോവാന്നെല്ലാം പറഞ്ഞാൽ കാട്ടിന് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. രാജാവേ, നമുക്ക് ഇതിനെ കുറിച്ച് ഗൗരവമായി അന്വേഷിക്കണം. ഇത്രയും മൃഗങ്ങൾ എങ്ങനെയാണ് പെട്ടെന്ന് കാണാതാകുന്നത്? ഈ ഗുരുതരമായ പ്രശ്നം കാട്ടുവാസികളെ ഭയപ്പെടുത്തി. അപ്പോഴാണ് ട്യൂണി പറവ അവിടെ എത്തിയത്. മഹാരാജാവേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനൊരു കാര്യം കണ്ടു. നീ എന്താണ് കണ്ടത്? നീ പേടിക്കാതെ കാര്യം പറയുന്നേ. രാജാവേ, നമ്മുടെ കാട്ടിൽ എന്തു പറ്റി? രാജാവേ, നമ്മുടെ കാട്ടിൽ രാത്രിയിൽ രണ്ട് രാക്ഷസന്മാർ വരുന്നുണ്ട്. അവരാണ് നമ്മുടെ കാട്ടിൽ മൃഗങ്ങളെ കൊന്നു തിന്നുന്നത്. ഇത് കേട്ട മൃഗങ്ങളൊക്കെ ഭയന്ന് വിറച്ചു. രാക്ഷസനോ? അയ്യോ, എനിക്ക് രാക്ഷസെന്ന് പറഞ്ഞാലേ പേടിയാണ്, എന്റെ ദൈവമേ. എടോ, നിനക്ക് മാത്രമല്ല എല്ലാവർക്കും പേടിയാ. പക്ഷെ ആ രാക്ഷസന്മാര് നമ്മുടെ കാട്ടിൽ എങ്ങനെ വന്നു? ആരും പേടിക്കണ്ട. തുണേ, പറയൂ, ഈ സമയത്ത് ആ രാക്ഷസന്മാര് എവിടെയായിരിക്കും ഉണ്ടാവുക? രാജാവേ, അവർ രാത്രിയിലാണ് വന്നത്. അവർ മൃഗങ്ങളെ കൊന്നു തിന്ന ശേഷം അതോ ആ മലയിലാണ് പോയത്. അത് ശരി. അപ്പോൾ നമ്മുടെ കാട് വലിയൊരു ആപത്തിലാണ്. പ്രജകളെ, വലിയൊരു ആപത്തിലാണ് നമ്മൾ. ഈ കാട് ഉപേക്ഷിക്കേണ്ടി വരും. സിംഹരാജാവിന്റെ കൽപ്പനയനുസരിച്ച് കാട്ടുമൃഗങ്ങളൊക്കെ ആ കാട് ഉപേക്ഷിക്കാൻ തയ്യാറായി. കാട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി തുടങ്ങി. മൃഗങ്ങളൊക്കെ പുറത്തു പോകാൻ കാടിന്റെ അതിർത്തിയിലെത്തിയപ്പോൾ അവർ ഞെട്ടിപ്പോയി. വാനുയരെ നിൽക്കുന്ന ഒരു പുതിയ മതിൽ. അല്ലോ, ഈ മതിൽ എവിടുന്ന് വന്നത്? ഇന്നലെ വരയ്ക്ക് ഒന്നും കണ്ടില്ലല്ലോ. ഇതെങ്ങനെ പെട്ടെന്ന് വന്നത്? ഇതാ രാക്ഷസന്മാരുടെ മാന്ത്രിക ശക്തി കൊണ്ട് ഉണ്ടാക്കിയതാവാം. നമ്മൾ കാട് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയുള്ളതാ.
മൃഗങ്ങളൊക്കെ മറ്റൊരു അതിർത്തിയിലൂടെ പുറത്തു കടക്കാൻ തീരുമാനിച്ചു പോയപ്പോൾ അവിടെയും ഉണ്ടായിരുന്നു വലിയൊരു മതിൽ. ആ കാടിന് ചുറ്റും വലിയ മതിൽ ആ രാക്ഷസന്മാർ പണിതിരുന്നു. ആ കാട്ടിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. എന്റെ ഈശ്വര, ആ രാക്ഷസന്മാർ രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും അടച്ചല്ലോ. രക്ഷപ്പെടാനുള്ള സകല മാർഗങ്ങളും അടഞ്ഞിരിക്കുന്നത് കണ്ട മൃഗങ്ങളൊക്കെ പരിഭ്രമിച്ചു. അങ്ങനെ അന്നും നേരം കടന്നുപോയി. രാത്രിയായി. പ്രജകളെ, ഇന്ന് നിങ്ങൾ എല്ലാവരും എന്റെ ഗുഹയിലേക്ക് വരും. നമ്മൾ ഇന്ന് ഒന്നിച്ചു വേണം ഇരിക്കാൻ. നമുക്ക് ഒളിച്ചിരുന്ന് വേണം ആ രാക്ഷസന്മാരെ ആരാന്ന് അറിയാൻ. മൃഗങ്ങളൊക്കെ രാജാവിന്റെ ഗുഹയിലെത്തി. അന്ന് അർദ്ധരാത്രിയായി. ആ ഘോര രാക്ഷസന്മാർ കാട്ടിലെത്തി. പക്ഷേ ഇപ്രാവശ്യം മൃഗങ്ങളൊക്കെ ആ രാക്ഷസന്മാരെ കണ്ടു. എന്റെ ദൈവമേ, അപകടകാരികളായ രാക്ഷസനാണല്ലോ ഇവർ. എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഒറ്റ ജീവിയെയും കാണാനില്ലല്ലോ. നീ പറഞ്ഞ ശരിയാ, ഒരു മൃഗത്തെയും കാണുന്നില്ലല്ലോ. കുറെ നേരമായിട്ടും ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ രാക്ഷസന്മാർ രണ്ടുപേരും തിരിച്ചുപോയി. പിറ്റേ ദിവസം പുലർന്നപ്പോൾ തന്നെ സിംഹരാജാവും പടയാളികളും പതുക്കെ പതുക്കെ രാക്ഷസന്മാരുടെ ഗുഹയുടെ ഉള്ളിലെത്തി. അവിടെ രാക്ഷസന്മാർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവര് ഉറങ്ങുകയാണ്. അപ്പോൾ മൂഷികൻ രാജാവിന്റെ അടുത്ത് എത്തി പറഞ്ഞു, സിംഹരാജാവേ, ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിരുന്നു, ആ രാക്ഷസന്മാരുടെ ശക്തിയെ ഒരു മാന്ത്രിക വിളക്കിലാണത്രേ. ആ മാന്ത്രിക വിളക്ക് എവിടെയായിരിക്കും? അതെന്താ? ആ, ഈ വിളക്കായിരിക്കും ആ മാന്ത്രിക വിളക്ക്. അതെ, ഈ രാക്ഷസന്മാരുടെ ശക്തിയുടെ രഹസ്യം ഈ വിളക്കിലാണ്. അതിന്റെ അർത്ഥം ഈ രാക്ഷസന്മാരെ നമുക്ക് കൊല്ലണമെങ്കിൽ ആ മാന്ത്രിക വിളക്ക് നമുക്ക് കൈവശമാക്കണം. ആ മാന്ത്രിക വിളക്ക് എടുക്കാനായി സിംഹരാജാവ് പതുക്കെ പതുക്കെ അതിന്റെ അടുത്തേക്ക് നീങ്ങി. അപ്പോഴേക്കും സന്ധ്യയായിരുന്നു. വിളക്കെടുത്ത് സിംഹരാജാവ് അതും കൊണ്ട് ഓടാൻ തുടങ്ങി. അപ്പോൾ രാക്ഷസന്മാർ കണ്ണു തുറന്നു. അയ്യോ, ഇവൻ നമ്മുടെ മാന്ത്രിക വിളക്കെടുത്ത് ഓടുന്നു. വേഗം പിടിക്കവനെ. നിക്കടാ അവിടെ. വിളക്കുമായി ഓടുന്ന സിംഹത്തിന്റെ പുറകെ രാക്ഷസന്മാർ ഓടി. കുറച്ചു നേരം ഓടിയ ശേഷം അവർ അവനെ പിടിച്ചു. ഞങ്ങളുടെ മാന്ത്രിക വിളക്കിനെ നീ മോഷ്ടിച്ചു അല്ലേ? എങ്ങനെ ധൈര്യം വന്നോ നിനക്ക്? ഇവനെ കൊന്നു തിന്നാ നമുക്ക്. രാക്ഷസന്മാർ സിംഹരാജാവിനെ ആക്രമിക്കാൻ തുടങ്ങി. ഓ, അയ്യോ! എത്ര ശ്രമിച്ചിട്ടും തടയാനാകാതെ ഒരുപാട് വ്രണങ്ങളുമായി ദയനീയ അവസ്ഥയിലായിരുന്നു സിംഹം. ഓ, അയ്യോ! രാജാവിന്റെ നിലവിളി കേട്ട പ്രജകളൊക്കെ ഓടിയെത്തി. അയ്യോ, ഈ രാക്ഷസന്മാര് സിംഹരാജാവിനെ കൊന്നു കളയൂ. പെട്ടെന്ന് മൂഷികൻ ഉച്ചത്തിൽ പറഞ്ഞു, രാജാവേ, വിളക്കിന്റെ അടപ്പ് എടുത്തു മാറ്റൂ. പെട്ടെന്ന് തന്നെ സിംഹം മാന്ത്രിക വിളക്കിന്റെ അടപ്പൂരി മാറ്റി. അതിന്റെ ഉള്ളിൽ നിന്നും ഒരു ജിന്ന് പുറത്തേക്കിറങ്ങി. എന്ത് പറ്റി യജമാനനെ? ഈ രാക്ഷസന്മാരെ കൊന്നുകളയൂ. ഇപ്പോൾ ആ ഭൂതം സിംഹരാജാവിന്റെ അടിമയാണ്. രാജാവിന്റെ കൽപ്പനയനുസരിച്ച് രാക്ഷസന്മാരെ കൊല്ലാൻ ഒരുമ്പെട്ടു. നിൽക്ക് ഭൂതമേ, നീ ഞങ്ങളുടെ അടിമയാണ്. നീ ഞങ്ങളെ കൊല്ലാൻ പാടില്ല. അതേ ഭൂതമേ, ഞാൻ നിന്റെ മുതലാളിയാണ്. ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. അല്ല അല്ല രാക്ഷസന്മാരെ, സിംഹരാജാവാണ് എന്റെ യജമാനൻ. നിങ്ങളുടെ അന്ത്യം വന്നു. ഇങ്ങനെ പറഞ്ഞ ശേഷം ആ ഭൂതം രാക്ഷസന്മാരെ കൊന്നു. നിങ്ങൾ പറഞ്ഞ പോലെ അവരെ കൊന്നു സിംഹരാജാവേ. നന്ദി ഭൂതമേ. നന്ദി എന്ന വാക്ക് കേട്ടതും ഭൂതം വീണ്ടും വിളക്കിൽ അടങ്ങി. നമ്മുടെ കയ്യിൽ ഈ മാന്ത്രിക വിളക്ക് ഇരിക്കുന്നത് വരയ്ക്കും നമ്മുടെ കാടിന് ഒരു പ്രശ്നവും വരില്ല. മാന്ത്രിക വിളക്ക് മാത്രമല്ല, ദയാലുവായ അങ്ങ് ഉണ്ടല്ലോ ഞങ്ങളോടൊപ്പം. അതെ രാജാവേ, അങ്ങയുടെ ബുദ്ധിയും മാന്ത്രിക വിളക്കിന്റെ ശക്തിയും ചേർന്നാണ് ഞങ്ങളെ എല്ലാവരും രക്ഷിച്ചിരിക്കുന്നത്. അതിനുശേഷം സിംഹരാജാവ് മാന്ത്രിക വിളക്കുമായി തന്റെ ഗുഹയിലെത്തി. പിറ്റേ ദിവസം കാട്ടിലെ മൃഗങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയ സിംഹരാജാവ് അവരോട് രാക്ഷസന്മാരെ കൊന്ന സംഭവം വിവരിച്ചു. മാന്ത്രിക വിളക്കിലെ ജിന്നിന്റെ സഹായം കൊണ്ട് വനാതിർത്തിയിൽ ഉണ്ടായിരുന്ന വൻ മതിൽ അവർ പൊളിച്ചു നീക്കി. അതിനുശേഷം ആപത്തുകളില്ലാത്ത ആ വനത്തിൽ മൃഗങ്ങളൊക്കെ പൂർവാധികം സന്തോഷത്തോടെ ജീവിച്ചു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.